തൃശൂരിൽ വിവിധ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. 34 ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ 21 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഏതൊക്കെയാണ് ആ ഹോട്ടലുകൾ? ഇനി എന്തൊക്കെയാണ് തുടർന്നുള്ള നടപടി? കാളിദാസ, ഇന്ന് രാവിലെ 6:30 മുതലാണ് ഈ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ സ്ക്വാഡ് അംഗങ്ങളായി 4 സ്ക്വാഡ് അംഗങ്ങളായി തിരിഞ്ഞ് തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ ഒരേ സമയം പരിശോധന നടത്തിയത്. 34 ഹോട്ടലുകളിലാണ് ഇന്നത്തെ ദിവസം പരിശോധന നടത്തിയതിൽ 5 ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുള്ളത്. ഈ ഹോട്ടലുകൾ ബേലീഫ് രാമവർമ്മപുരം, അതുപോലെ തന്നെ തൃശൂർ കിഴക്കേക്കോട്ടയിലുള്ള നവ്യ റെസ്റ്റോറന്റ്, കൊക്കാലയിലുള്ള നാഷണൽ സ്റ്റോർ, അതുപോലെ തന്നെ പൂങ്കുന്നത്തുള്ള അറേബ്യൻ ട്രീറ്റ്, പടിഞ്ഞാറേക്കോട്ടയിലുള്ള കിൻസ് ഹോട്ടൽ എന്നീ 4 ഹോട്ടലുകൾക്ക് ക്ഷമിക്കണം 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ഈ പിടികൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി ഹോട്ടലുകളുടെ പേരെല്ലാം രേഖപ്പെടുത്തിയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ രാവിലെ ഇത്രയും അധികം ഹോട്ടലുകളിൽ ഒരേ സമയം നടത്തിയ പരിശോധനയിൽ 21 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നോട്ടീസ് നൽകിയത് കൂടാതെ ചെറിയ രീതിയിലുള്ള പിഴയും ഇവർക്ക് ഈടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 5 ഹോട്ടലുകൾക്ക് വലിയ രീതിയിലുള്ള ഈ പഴകിയ ഭക്ഷണം പിടികൂടിയ 5 ഹോട്ടലുകൾക്ക് വലിയ രീതിയിലുള്ള പിഴയാണ് അടപ്പിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇനി ഒരു പരിശോധനയിൽ കൂടി ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം പിടികൂടിയാൽ ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ ആരോഗ്യ വിഭാഗം കടക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പരിശോധന ഇന്ന് നടന്ന പരിശോധന കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കോർപ്പറേഷന്റെ തീരുമാനം. ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഇത്തരത്തിൽ തൃശൂർ നഗരത്തിലെ ഒട്ടുമിക്ക എല്ലാ വലിയ ഹോട്ടലുകളിലും ചെറിയ ഹോട്ടലിലും ഉൾപ്പെടെ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ മേയറും അതുപോലെ തന്നെ ഹെൽത്ത് സെക്രട്ടറി, ആരോഗ്യ വിഭാഗം ഹെൽത്ത് സെക്രട്ടറി ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. അത് ഏത് വമ്പൻ ഹോട്ടലുകളിലായാലും പരിശോധന നടത്തും. ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ വലിയ ഹോട്ടലിലായാലും ചെറിയ ഹോട്ടലിലായാലും ആഴ്ചയിൽ 2 തവണ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ കോർപ്പറേഷൻ മേയർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പഴകിയ ഭക്ഷണം ഇപ്പോൾ 5 ഹോട്ടലുകളിൽ തൃശ്ശൂരിലെ അത്യാവശ്യം പേരെടുത്തിട്ടുള്ള ഹോട്ടലുകളാണ് ഈ 5 ഹോട്ടലുകളും. ഈ 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുള്ളത് എന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നിരവധി ആളുകൾ ഈ ഹോട്ടലുകളിൽ ദിനംപ്രതി ഭക്ഷണം കഴിക്കാൻ പോയി വരുന്നത്. എന്തായാലും പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം. കാളിദാസ്. ശരി അനീഷ്.